നമസ്കാരം. പ്രധാന വാർത്തകൾ. രോഹിത് നയിക്കും, ഗിൽ വൈസ് ക്യാപ്റ്റൻ, സഞ്ജു പുറത്ത്. ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കി പ്രഖ്യാപിച്ചതാണ് സവിശേഷത. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം നേടാനായില്ല. വിജയ് ഹസാരെ ട്രോഫിയിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന വിദർഭ ക്യാപ്റ്റൻ കരുൺ നായരെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വിരാട് കോഹ്ലി സ്ഥാനം നിലനിർത്തിയപ്പോൾ ബ്ലാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാൾ ഇടം കണ്ടെത്തി. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരായി ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവരുണ്ടാകും. മുഹമ്മദ് സിറാജിനെ ടീമിൽ നിന്ന് ഒഴിവാക്കി. അർഷദീപ് സിംഗ് പകരം ടീമിലെത്തി. മലപ്പുറത്ത് ഓടുന്നതിനിടെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ഒരാൾ മരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് താമ്പരങ്ങാടി സ്വദേശി കാരക്കാടൻ ആസാദാണ് മരിച്ചത്. രാവിലെ വ്യായാമം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. തമ്പരങ്ങാടി LP സ്കൂളിന് മുന്നിലായിരുന്നു അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ ആസാദ് സ്കൂൾ മതിലിലേക്ക് തെറിച്ചു വീണു. കാർ എതിരെ വന്ന ഓട്ടോയിലിടിച്ച് ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു. ആസാദിനെ ഉടൻ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മനുഷ്യന്റെ അസ്ഥികൂടം, 2 മാസം പഴക്കം. തൃശൂരിൽ എരുമപ്പെട്ടി കടങ്ങോടാണ് സംഭവം. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി. നാട്ടുകാരാണ് ആദ്യം അസ്ഥികൂടം കണ്ടെത്തിയത്. പിന്നാലെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പരിശോധനയിൽ അസ്ഥികൂടം മനുഷ്യന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. 2 മാസം പഴക്കം തോന്നിക്കുന്ന അസ്ഥികൂടമാണ് കണ്ടെത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്ത് നിന്ന് കാണാതായ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആർജിക്കർ ബലാത്സംഗ കൊല, പ്രതി കുറ്റക്കാരൻ, ശിക്ഷാവിധി തിങ്കളാഴ്ച. രാജ്യത്തെ നടുക്കിയ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരൻ. പ്രതി സഞ്ജയ് റോയെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. പ്രതിയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച നടക്കും. വിചാരണ കോടതി ജഡ്ജ് അനുബർബൻ ദാസിന്റേതാണ് വിധി. CBIയുടെ പ്രാഥമിക കുറ്റപത്രത്തെ അടിസ്ഥാനമാക്കിയാണ് വിധി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9-നാണ് യുവ ഡോക്ടറെ പ്രതി ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയത്. സെമിനാർ ഹാളിലായിരുന്നു ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. ഓഗസ്റ്റ് 10-ന് തന്നെ സഞ്ജയ് റോയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ രംഗങ്ങളും സംഘർഷാവസ്ഥയും. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ കൂറുമാറുമെന്ന് ഭയന്ന് CPM കൗൺസിലറെ കടത്തിക്കൊണ്ടുപോയി. കൗൺസിലർ കലാരാജുവിനെയാണ് കടത്തിക്കൊണ്ടുപോയത്. LDF ഭരണസമിതിക്കെതിരെ ഇന്ന് അവിശ്വാസ ചർച്ചയ്ക്ക് എടുക്കാനിരിക്കവെയാണ് നാടകീയ തട്ടിക്കൊണ്ടുപോകൽ. കൗൺസിലറെ കടത്തിക്കൊണ്ടുപോയത് പോലീസ് നോക്കി നിൽക്കുകയായിരുന്നുവെന്ന് UDF ആരോപിച്ചു. UDF കൗൺസിലർമാരെ അകത്ത് കയറാൻ സമ്മതിച്ചിട്ടില്ല. മുൻ മന്ത്രി അനൂപ് ജേക്കബ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നഗരസഭയ്ക്ക് മുന്നിൽ പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. പ്രവർത്തകർ പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചു.